എ കെ ഗോപാലൻ, എ കെ ജി, 1902, 1977. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എ കെ ജിയുടെ. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എ കെ ജിയുടെ. മണ്ണിനു വേണ്ടി, കൊടുങ്കാറ്റിനെ മാറ്റൊലി എന്നിവയും എ കെ ജിയുടെ രചനകളാണ്. മണ്ണിനു വേണ്ടി, കൊടുങ്കാറ്റിനെ മാറ്റൊലി എന്നിവയും എ കെ ജിയുടെ രചനകളാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് എ കെ ജി. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് എ കെ ജി. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ജി. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ജി. കൊച്ചി സർക്കാർ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാനെത്തിയ എ കെ ജിയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചു അദ്ദേഹം തിരുവിതാംകൂറിന്റെ മണ്ണിലിരുന്ന് സമരം ചെയ്തു. കൊച്ചി സർക്കാർ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാനെത്തിയ എ കെ ജിയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ചു അദ്ദേഹം തിരുവിതാംകൂറിന്റെ മണ്ണിലിരുന്ന് സമരം ചെയ്തു. 1961 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമരാവതി സമരം നയിച്ചത് എ കെ ജി. 1961 ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമരാവതി സമരം നയിച്ചത് എ കെ ജി. 1961 മുടവൻ മുഗൾ മിച്ചഭൂമി സമരത്തിലും പങ്കെടുത്തു. 1961 മുടവൻ മുഗൾ മിച്ചഭൂമി സമരത്തിലും പങ്കെടുത്തു. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ജി. കണ്ണൂർ മണ്ഡലം. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ജി. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജി. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജി. പി കൃഷ്ണപിള്ള. 19 ഓഗസ്റ്റ് 1906 മുതൽ 19 ഓഗസ്റ്റ് 1948 വരെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ പി കൃഷ്ണപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകൻ പി കൃഷ്ണപിള്ള. സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി പി കൃഷ്ണപിള്ള. സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള. ഇതിനെ തുടർന്ന് കൊടിയ മർദ്ദനം അദ്ദേഹം നേരിട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലകടിക്കും പി കൃഷ്ണപിള്ള. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലകടിക്കും പി കൃഷ്ണപിള്ള. പ്രചാരണത്തിനിടെ പാമ്പുകടിയേറ്റ് പി കൃഷ്ണപിള്ള മരിച്ചു. ജനനം 1906, മരണം 1948. സഖാവ് എന്നറിയപ്പെട്ടത് പി കൃഷ്ണപിള്ള. സഖാവ് എന്നറിയപ്പെട്ടത് പി കൃഷ്ണപിള്ള. വി ടി ഭട്ടതിരിപ്പാട്. 1896 മുതൽ 1982. വി ടിയുടെ ജന്മസ്ഥലം മേഴത്തൂർ, പാലക്കാട്. വി ടിയുടെ ജന്മസ്ഥലം മേഴത്തൂർ, പാലക്കാട്. വി ടിയുടെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്ത് മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. വി ടിയുടെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്ത് മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. വി ടി ആദ്യമായി വായിച്ചത് മാൻമാർക്കുകുട. വി ടി ആദ്യമായി വായിച്ചത് മാൻമാർക്കുകുട. കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് വി ടി. കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് വി ടി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന വി ടിയുടെ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1929 ഏടക്കുന്നി, തൃശൂർ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന വി ടിയുടെ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1929 ഏടക്കുന്നി, തൃശൂർ. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ വി ടി. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ വി ടി. ബ്രാഹ്മണ സംഘടനയായ യോഗക്ഷേമ സഭയുടെ ആസ്ഥാനം ആലുവ. ബ്രാഹ്മണ സംഘടനയായ യോഗക്ഷേമ സഭയുടെ ആസ്ഥാനം ആലുവ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആദ്യ പത്രാധിപർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആദ്യ പത്രാധിപർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മാസികകൾ യോഗക്ഷേമം, മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മാസികകൾ യോഗക്ഷേമം, മംഗളോദയം. വൃദ്ധവിവാഹം തടയുക, ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക, വിധവ പുനർവിവാഹം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. വൃദ്ധവിവാഹം തടയുക, ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക, വിധവ പുനർവിവാഹം എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപകൻ വി ടി ഭട്ടതിരിപ്പാട്. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപകൻ വി ടി ഭട്ടതിരിപ്പാട്. ഇതിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി.
ഇതിന്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി. മിശ്രവിവാഹത്തിന്റെ പ്രചരണാർത്ഥം VT-യുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട ജാഥ സാമൂഹ്യ പരിഷ്കരണ ജാഥ. മിശ്രവിവാഹത്തിന്റെ പ്രചരണാർത്ഥം VT-യുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട ജാഥ സാമൂഹ്യ പരിഷ്കരണ ജാഥ. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായി VT-യുടെ യാചനയാത്ര 1931 ഏപ്രിൽ 26-ന് 7 ദിവസം. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായി VT-യുടെ യാചനയാത്ര 1931 ഏപ്രിൽ 26-ന് 7 ദിവസം. യാചനയാത്ര തൃശൂർ മുതൽ കാസർഗോഡ് വരെ. യാചനയാത്ര തൃശൂർ മുതൽ കാസർഗോഡ് വരെ. മിശ്രവിവാഹത്തിനായി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT. മിശ്രവിവാഹത്തിനായി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT. വിദ്യാർത്ഥി എന്ന ദ്വൈവാരിക സ്ഥാപിച്ചത് VT. വിദ്യാർത്ഥി എന്ന ദ്വൈവാരിക സ്ഥാപിച്ചത് VT. VT-യുടെ ഭവനത്തിന്റെ പേര് രസികസദനം. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖ ആരുടേതാണ്? VT. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം ആരുടേതാണ്? VT. വ്യത്യസ്ത ജാതിക്കാർക്ക് ഒന്നിച്ചു താമസിക്കാൻ കൊടുമുണ്ട കോളനി സ്ഥാപിച്ചത് VT. വ്യത്യസ്ത ജാതിക്കാർക്ക് ഒന്നിച്ചു താമസിക്കാൻ കൊടുമുണ്ട കോളനി സ്ഥാപിച്ചത് VT. VT-യുടെ ആത്മകഥ കണ്ണീരും കിനാവും. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, എന്റെ മണ്ണ്, കാലത്തിന്റെ സാക്ഷി, കരിച്ചന്ത എന്നിവയും പ്രധാന കൃതികൾ. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, എന്റെ മണ്ണ്, കാലത്തിന്റെ സാക്ഷി, കരിച്ചന്ത എന്നിവയും പ്രധാന കൃതികൾ. ബാരിസ്റ്റർ GP പിള്ള. 1864 1903 തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലൂടെ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങൾക്ക് പിന്തുണ നൽകിയ പത്രാധിപരായിരുന്നു GP പിള്ള. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലൂടെ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സമരങ്ങൾക്ക് പിന്തുണ നൽകിയ പത്രാധിപനായിരുന്നു GP പിള്ള. തിരുവിതാംകൂർ ഭരണത്തിന്റെ അനാശ്വാസ പ്രവർത്തനങ്ങളെ മദ്രാസ് ടൈം എന്ന പത്രത്തിൽ വരച്ചു കാട്ടിയത് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂർ ഭരണത്തിന്റെ അനാശ്വാസ പ്രവണതകളെ മദ്രാസ് ടൈം എന്ന പത്രത്തിൽ വരച്ചു കാട്ടിയത് ബാരിസ്റ്റർ GP പിള്ള. GP പിള്ള കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തത് 1889. GP പിള്ള കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തത് 1889. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായി മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിന്റെ പത്രാധിപനായത് 1892. മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിന്റെ പത്രാധിപനായത് 1892. റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി GP പിള്ളയുടേതാണ്. റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി GP പിള്ളയുടേതാണ്. INC രൂപീകരണ സമയത്ത് പങ്കെടുത്ത തിരുവിതാംകൂറുകാരൻ GP പിള്ള. INC രൂപീകരണ സമയത്ത് പങ്കെടുത്ത തിരുവിതാംകൂറുകാരൻ GP പിള്ള. INC-യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ആദ്യ തിരുവിതാംകൂർ സ്വദേശി GP പിള്ള. 1894. INC-യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ആദ്യ തിരുവിതാംകൂർ സ്വദേശി GP പിള്ള. 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിന്റെ ശില്പി GP പിള്ള. 1891 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിന്റെ ശില്പി GP പിള്ള. മലയാളി മെമ്മോറിയലിൽ രണ്ടാമതൊപ്പിട്ടത് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിൽ രണ്ടാമതൊപ്പിട്ടത് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി GP പിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി GP പിള്ള. കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെട്ടത് GP പിള്ള. കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെട്ടത് GP പിള്ള. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. 1878 മുതൽ 1916. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 അഞ്ചുതെങ്ങ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള ജനിച്ചത് നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള ജനിച്ചത് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. സ്വദേശാഭിമാനി പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപൻ K. രാമകൃഷ്ണപിള്ള. 1906. സ്വദേശാഭിമാനി പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപൻ K. രാമകൃഷ്ണപിള്ള. കേരള പഞ്ചിക എന്ന പത്രങ്ങളുടെയും പത്രാധിപനായിരുന്നു K. രാമകൃഷ്ണപിള്ള. കേരള പഞ്ചിക എന്ന പത്രങ്ങളുടെയും പത്രാധിപനായിരുന്നു K. രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപൻ CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപൻ CP ഗോവിന്ദപിള്ള.
ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് കെ രാമകൃഷ്ണപിള്ള. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് കെ രാമകൃഷ്ണപിള്ള. കേരളം എന്ന തൂലികാനാമം ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. കേരളം എന്ന തൂലികാനാമം ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ. റോയിട്ടേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുമായി സ്വദേശാഭിമാനിക്ക് ബന്ധമുണ്ടായിരുന്നു. റോയിട്ടേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുമായി സ്വദേശാഭിമാനിക്ക് ബന്ധമുണ്ടായിരുന്നു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും മദ്രാസിലേക്ക് നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും മദ്രാസിലേക്ക് നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്റെ നാടുകടത്തൽ. കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട രാമകൃഷ്ണപിള്ളയുടെ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെട്ട രാമകൃഷ്ണപിള്ളയുടെ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹം കൂടില്ല വീട്. ഭയകൊടിലെ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യം സ്വദേശാഭിമാനി പത്രത്തിന്റെ. ഭയകൊടിലെ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യം സ്വദേശാഭിമാനി പത്രത്തിന്റെ. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കെ രാമകൃഷ്ണപിള്ള. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കെ രാമകൃഷ്ണപിള്ള. മഹാത്മാഗാന്ധി, കാറൽ മാർക്സ് എന്നിവരുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മഹാത്മാഗാന്ധി, കാറൽ മാർക്സ് എന്നിവരുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ബി കല്യാണിക്കുട്ടി അമ്മ. അവരുടെ ആത്മകഥ ഒരു വ്യാഴവട്ട സ്മരണകൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് 1916 കണ്ണൂരിൽ വെച്ചാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് 1916 കണ്ണൂരിൽ വെച്ച്. കണ്ണൂർ പയ്യാമ്പലത്താണ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം. കണ്ണൂർ പയ്യാമ്പലത്താണ് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം. താങ്ക് യു.